ആത്മമിത്രം ആത്മമിത്രം യേശുയൻ ആത്മമിത്രം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ സഭയെന്ന ചുരുക്ക പാഠങ്ങളിലെ 62-ാമത്തെ പാഠത്തിലേക്ക് വന്നു. കഴിഞ്ഞ ദിവസം വാർദ്ധക്യത്തിലിരിക്കുന്നവരോട് ഭവനക്കാർ ചെയ്യേണ്ട കാര്യവും സഭ ചെയ്യേണ്ട കാര്യവുമാണ് പറഞ്ഞത്. ഞാനതിനെ തുടർന്ന് ബാക്കി കാര്യം പറയുകയാണ്, പുറകോട്ട് പോകുന്നില്ല. വാർദ്ധക്യത്തോട് മാത്രമല്ല, രോഗികളോടും. കേരളക്കരയിൽ സുവിശേഷ പ്രവർത്തനങ്ങളിൽ കഠിനാധ്വാനം ചെയ്ത ഒരു ദൈവദാസൻ ഒരു രോഗാവസ്ഥയിലായി. എന്നാൽ താൻ നല്ല ഓർമ്മയോടെ അല്ലാതെ സഞ്ചരിക്കുകയും ചെയ്തിരുന്നു. ആ സമയത്ത് ഒരു മരണ വീട്ടിൽ വന്നു. എന്നാൽ ഞാനും അവിടെ ചെന്നിരുന്നു. താൻ അവിടെ വന്നു. തന്നെ പരിപൂർണമായി അവഗണിക്കുന്നത് കണ്ടു. എൻ്റെ ഉള്ളം വളരെ പ്രയാസം തോന്നി. ആ സന്ദർഭം ഞാൻ അവിടെ ഉള്ളവരോട് ചോദിച്ചാൽ പറഞ്ഞു, അദ്ദേഹം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു. പറയാൻ അവസരം കൊടുത്തില്ലെങ്കിൽ പോലും ബഹുമാനിക്കാതെ ആദരിക്കാതിരുന്നത് എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു. ഞാൻ തന്നെ എൻ്റെ വാഹനത്തിൽ കയറ്റി സംസ്കാര സ്ഥലത്ത് പോയി മടക്കി തൻ്റെ ഭവനത്തിൽ കൊണ്ടാക്കി. താൻ വല്ലതുമൊക്കെ പറയും എന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ തന്നിൽ നിന്ന് ആത്മനന്മ അനുഭവിച്ച അനേകരുണ്ട്. ഒരുപാട് ദൈവജനത്തെ അനേകരെ വളർത്തിയെടുത്ത ഒരു ദൈവദാസനാണ്. മാത്രമല്ല, താൻ മുഖാന്തരം അഭിവൃദ്ധിപ്പെട്ട ഒരുപാട് പേര് ഇപ്പോഴുമുണ്ട്. അപ്പോൾ തൻ്റെ ആ അവസ്ഥയെ അവഗണിക്കുന്നു എന്നത് ദുഃഖകരമായിപ്പോയി. അത് എന്നെ വളരെ വേദനിപ്പിച്ചൊരു കാര്യമാണ്. ഞാൻ വളരെ ദൂരെയാണെങ്കിലും പലപ്പോഴും പോയി തന്നെ കാണുകയും തന്നോടുള്ള സമയം ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ മരണദിവസവും ഞാൻ ചെന്നില്ല. അന്ന് അവിടെ ഒരുപാട് പേര് അനുസ്മരണങ്ങൾ പറയും തന്നെക്കുറിച്ച്. കർത്താവിനെക്കുറിച്ച് അധികം പറയാതെ മരിച്ച വ്യക്തിയെക്കുറിച്ച് ധാരാളം പറഞ്ഞുകൊണ്ടിരുന്നു. ആ സന്ദർഭം ഞാനിപ്പോൾ അവിടെ ഒന്നും പറയാനായിട്ട് ഇപ്പോൾ തുനിയില്ല. അതവിടെ കിടക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞത്, ഈ സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിയുടെ ഒരു പാട്ടുണ്ട്, ആത്മീയതകളെ 854-ാമത്തെ പാട്ട്. ആ പാട്ട് അത്രയും ധാരാളം സുവിശേഷ പ്രസംഗം നടത്തി ക്ഷീണനായിരുന്നപ്പോൾ തനിക്ക് നേരിട്ട അനുഭവമാണ് ആ പാട്ടിലെ വരികൾ. അതിങ്ങനെയാണ്. 854 നമ്മുടെ ആത്മീയത്തിലുള്ളതാണ് ആ പാട്ട്. അതിനകത്തുള്ളത് ഇങ്ങനെയാണ്, ചാൻസ് ഇങ്ങനെയാണ്: ആരും സഹായമില്ല, എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞ് ഞാൻ അതിൽ ഉല്ലസിക്കുന്നു. ഈ ഒരവസ്ഥ, ഈ അവഗണിക്കുന്ന അവസ്ഥ വീടുകളിലുണ്ട്. അതുപോലെ തന്നെ സഭകളിലും അത് കണ്ടുവരുന്നുണ്ട്. ഞാനിതിപ്പോൾ നേരിട്ടൊരു അനുഭവം പറഞ്ഞതാണ്. അപ്പോൾ മാത്രമല്ല, അങ്ങനെയുള്ള ദേവദാസന്മാരുടെ, അവർ മരിച്ചുപോയി അവരുടെ കുടുംബാംഗങ്ങളോട് അല്ലെങ്കിൽ തൻ്റെ ഭാര്യ മക്കളോടൊക്കെ ഉള്ള ആ പ്രീതി അത് നിലനിർത്തേണ്ടതാണ്. ഞാൻ ഇത് പറയുമ്പോൾ വെറുതെ പറയുന്നതല്ല. കഴിഞ്ഞ കാലത്ത് കർത്താവിൽ അധ്വാനിച്ച് മൺമറഞ്ഞ ദേവദാസന്മാരുടെ ഭവനങ്ങളെ ഓർത്ത് ഞാൻ ഇന്നും പ്രാർത്ഥിക്കുന്ന ആളാണ്. സക്കറിയ സാറിൻ്റെ കുടുംബം, എം ചെറിയാൻ സാറിൻ്റെ കുടുംബം, അങ്ങനെ കഴിഞ്ഞ കാലത്ത് പോരാടിയ അനേക ദൈവജനത്തിൻ്റെ കുടുംബങ്ങളെ, അവരുടെ മക്കളെ ഓർത്ത് ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരിൽ നിന്ന് ധാരാളം അനന്ത നന്മകൾ അനുഭവിച്ചവരാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞത്, അവരെ മറന്നു കളയാൻ കഴിയില്ല. എന്നാൽ ദുഃഖകരെന്ന് പറയുന്നത് അവരെ അതോടുകൂടെ ഓർമ്മയില്ലാതെ അവർ വിട്ട് കളഞ്ഞ് പുതിയ കാര്യങ്ങളിലേക്ക് തിരിയുന്ന. എന്നോട് നേരത്തെ ഒരാൾ പറഞ്ഞാൽ വയസ്സായവരുടെ കാര്യമൊക്കെ പറഞ്ഞ് സമയം കളരുന്ന് പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ഒരാളും ഉണ്ട്. ഇപ്പം ഞാൻ ഈ സഭാകാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഈ സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിക്ക് പോലും അത് നേരിട്ടു എന്നാണ് ഞാനീ പറഞ്ഞത്. ആരും സഹായമില്ല, അവരെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നില്ല. അതിനെക്കുറിച്ച്, ആ പാട്ടിനെക്കുറിച്ച് എൻ്റെ പിതാവിനോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വളരെ ക്ഷീണനായിട്ട് വീട്ടുപടിക്കലിങ്ങനെ ഇരിക്കുമ്പോൾ പരിചയക്കാരതിലെ കടന്നുപോയി. അവർ ഒന്ന് തല കുലുക്കിയിട്ട് പോയി. ആരും വർത്തമാനം പറയാൻ പോലും നിന്നില്ല. അങ്ങനെയാണ് ആ പാട്ട് എഴുതുന്ന എൻ്റെ പിതാവ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ
ഇത് ഈ കാര്യം ദൈവജനത്തിന് ശ്രദ്ധിക്കേണ്ടതാണ്. അവർ പ്രായാധിക്യത്തിൽ ക്ഷീണരായി രോഗികളാണ്. അവർക്ക് പ്രതികരിക്കാൻ കഴിയില്ലെങ്കിലും ബഹുമാനത്തിൽ കുറവ് അവർക്ക് വരുത്താൻ പാടില്ല. അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വീട്ടുകാർ മാത്രമല്ല സഭക്കാരും ചെയ്യേണ്ടതാണ്. എബ്രായ ലേഖനത്തിലെ അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ ഒരു വാക്കുണ്ട്: വിശ്വാസത്താൽ അബ്രഹാം വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവാസികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ള നഗരത്തിനായി കാത്തിരുന്നു. ഇത് ഞാൻ ന്യായപ്രമാണം ഇസ്രായേലിന് കൊടുത്തപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്: നീ യഹോവയെ ഭയപ്പെടാൻ പഠിക്കുകയും നിൻ്റെ മക്കളെ പഠിപ്പിക്കുകയും മക്കളുടെ മക്കളെ ഉപദേശിക്കുകയും ചെയ്യണം എന്നുള്ള കാര്യം. അപ്പോൾ ഈ അബ്രഹാമിൻ്റെ മകനായ ഇസ്ഹാക്കിൻ്റെ മകനായ യാക്കോബ്, ഏശാവ് വീട്ടിൽ പാർത്തില്ല. യാക്കോബ് ഇസഹാക്കിന് 40 വയസ്സിൽ വിവാഹം കഴിച്ചു. 60 വയസ്സായപ്പോഴാണ് ഏശാവും യാക്കോബും ജനിക്കുന്നത്. അപ്പോൾ അതിനുശേഷം 15 വർഷം കൂടെ അബ്രഹാമിനോട് കൂടെ യാക്കോബ് പാർത്തു. 175 അബ്രഹാം മരിക്കുന്നത്. വെറുതെ എഴുതിയതല്ലത്. അബ്രഹാം മരിക്കുമ്പോൾ യാക്കോബിന് 15 വയസ്സും. ഇനി അബ്രഹാമിൻ്റെ കാര്യം നോക്കാം. വേദപുസ്തകത്തിൽ നമുക്ക് തരുന്ന കണക്ക് നോക്കിയാൽ നോഹയുടെ മകനായ ഷേം വംശജനാണ് അബ്രഹാം. ജലപ്രളയത്തിന് ശേഷം 500 വർഷം ഷേം ജീവിച്ചിരുന്നതാണ് നാം കാണുന്നത്. അബ്രഹാമിൻ്റെ വയസ്സും ആ ഷേമിൻ്റെ കാലഘട്ടവും ബൈബിളിലെ പരിശോധിച്ച് നോക്കിയാൽ അബ്രഹാം ജനിച്ച കാലത്ത് ഷേം ഉണ്ട്. തന്നിൽ നേരിട്ട് കേട്ടിരിക്കാം. അത് ഞാൻ കറക്റ്റായിട്ട് പറയുന്നില്ല, അങ്ങനെ പറഞ്ഞതാണ്. എന്നാൽ ഇത് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് 15 വർഷം അബ്രഹാമിനോട് കൂടെ ഉണ്ടായിരുന്നു. അത് ഒരു 7 മുതലുള്ള കാര്യം ഓർമ്മയിലേക്ക് വരും. 5 മുതൽ 7 വരെയുള്ള കാര്യം 7 മുതൽ 7 വർഷമെങ്കിലും അബ്രഹാമിനോട് കൂടെ ആയിരുന്ന കാലത്ത് പൂർവ്വകാര്യങ്ങൾ, അബ്രഹാം ദൈവത്തിൽ നിന്ന് ലഭിച്ച നന്മകളും എല്ലാം തന്നോട് പറഞ്ഞു കാണും. അങ്ങനെ പറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ന്യായപ്രമാണം മോശയ്ക്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ പ്രമാണം വിശ്വാസത്താൽ പ്രമാണിച്ച ഒരാളാണ് അബ്രഹാം. ഞാൻ എന്തിനാണ് ഈ കാര്യം എടുത്തു പറഞ്ഞത്? ഈ കാര്യം പറഞ്ഞതിന് കാരണമുണ്ട്. ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ തലമുറകളിലെ കൊച്ചുമക്കൾ എന്ന് പറയുന്നത് ഒട്ടുമുക്കാലും വീട്ടിലില്ല, നാട്ടിലുമില്ല. ഇപ്പോഴത്തെ പിള്ളേരെല്ലാം അങ്കിൾ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അപ്പനെയും അങ്കിൾ എന്ന് വിളിക്കും. കാരണം അവർക്ക് ബന്ധങ്ങളെക്കുറിച്ച് യാതൊരു ബോധ്യവുമില്ല. അങ്കിൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അമ്മാവൻ ആക്കിനാണ് അങ്കിൾ എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് അത്ര ഇംഗ്ലീഷൊന്നും നിശ്ചയമില്ല. എനിക്കിപ്പോൾ ഒരു 30 വർഷം മുമ്പ് എൻ്റെ തലയൊക്കെ നരച്ചതാണ്. അന്ന് ബസ്സിൽ കയറുമ്പോൾ ഇവിടുത്തുകാർ പ്രായമുള്ളവരെ അമ്മാവെന്ന് വിളിക്കുന്നത്. അമ്മാവ് ഇങ്ങോട്ടിരുന്നെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു ബന്ധമില്ലെങ്കിൽ അമ്മാവെന്ന് വിളിക്കുക. അങ്കിളെ എന്ന് വിളിക്കുന്നത് അങ്ങനെയാണ്. യാതൊരു ബന്ധമില്ലാത്തവരെ അങ്കിളെ എന്ന് വിളിക്കും. അപ്പോൾ നാട്ടിലെ പണ്ട് അച്ചായ എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. അതൊക്കെ മാറി ഇപ്പം അങ്കിളായി. ഈ അപ്പൻ്റെ അപ്പനെയും അങ്കിളെന്ന് വിളിക്കും. നാട്ടിൽ നിന്ന് പിള്ളേർ കുറേ നാളവിടെ നിന്ന് വന്ന് ഈ പ്രായമുള്ള അവിടെ കുറേ സഭയിലെ അങ്കിൾമാർ കണ്ട് ഇവിടെയുള്ളത് അങ്കിളാണെന്ന് പറയുന്ന പിള്ളേരെയും കേട്ടിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് ബന്ധങ്ങൾക്ക് യാതൊരു വിലയില്ലാത്ത ഒരു കാലത്തേക്ക് നമ്മൾ വന്നു. അപ്പോൾ വചനം അനുസരിക്കാൻ അതുകൊണ്ട് പറ്റുന്നില്ലെന്ന് തന്നെ ഞാൻ പറഞ്ഞത്. അവരുടെ മാതാപിതാക്കൾ അവർ ആരാണെന്ന് കുഞ്ഞുങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക. കുറഞ്ഞ പക്ഷം ഞാൻ കുഞ്ഞു മക്കളെയൊക്കെ കാണുമ്പോൾ വിശ്വാസികളുടെ മാത്രമല്ല, അവിശ്വാസികളുടെ ആയാലും കൊച്ചു പിള്ളേരെ കാണുമ്പോൾ ചോദിക്കും, മോൻ്റെ പേരെന്താണ്, എൻ്റെ അച്ഛൻ്റെ പേരാണ്, അമ്മയുടെ പേരെന്താണ്, അച്ഛൻ്റെ പേരെന്താണ്, വീട്ടുപേരെന്താണ്. ഒരു അച്ഛൻ്റെ പേരറിയാം, അച്ഛൻ്റെ പേര്, അപ്പൻ്റെ പേര് അറിയാത്ത പിള്ളേരാണ് 99%. മനസ്സിലായോ? അവരുടെ വലിയവരെ സംബന്ധിച്ചും അങ്ങനെയാണ്. കാരണം ഒരു ബന്ധവും ഇല്ലാത്ത കാലത്ത്. എന്നാൽ ദൈവജനം അങ്ങനെ ആയിരിക്കരുത്. ദൈവജനം പൂർണ്ണമായി ഈ കുടുംബ പശ്ചാത്തലത്തിൽ ഈ ബന്ധങ്ങൾ നിലനിർത്തിയെങ്കിൽ മാത്രമേ അവർക്ക് തലമുറകളായി പകർന്നു കിട്ടേണ്ട ചില സത്യങ്ങളുണ്ട്. ആ സത്യങ്ങൾ ലഭിക്കുന്നതിന് ഈ ബന്ധം ആവശ്യമാണ്. അബ്രഹാമിനോടുകൂടെ യാക്കോബ് പാർത്തതുകൊണ്ട് യാക്കോബ് അബ്രഹാമിൻ്റെ ദൈവത്തെ പിന്തുടരുന്നതായിട്ട് പിന്നീട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഏശാവ് അങ്ങനെ പാർത്തില്ല. പുള്ളി പാർക്കാത്തതുകൊണ്ട് അതിന് ദോഷം പുള്ളിക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ഞാൻ എടുത്ത് പറഞ്ഞത്
ഇങ്ങനെയുള്ള ഈ തലമുറയിൽ ഒരു വ്യത്യസ്ത സാഹചര്യത്തിൽ ക്രിസ്തുവിനോട് ബന്ധിക്കപ്പെട്ട നാം വചനത്തിൽ പറയുന്ന പ്രമാണങ്ങൾ പാലിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. ഞാൻ അബ്രഹാമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മെ സംബന്ധിച്ചും ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അബ്രഹാമിനോട് ദൈവം പറഞ്ഞതിൽ നമുക്കും പങ്കുണ്ട്. അതുകൊണ്ടാണ് നാം വായിക്കുന്നത് അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് ലഭിക്കേണ്ട വാഗ്ദത്തം ആത്മാവിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അപ്പോൾ നാം അബ്രഹാമിലെ വിശ്വാസം പ്രാപിച്ചവരാണ്. അതിനകത്തൊരു പാരമ്പര്യമുണ്ട്, അവിശ്വാസത്തിൻ്റെ പാരമ്പര്യം. അപ്പോൾ ഇത് ഞാനിന്ന് ഓർപ്പിച്ചതാണ്. അപ്പോൾ പ്രായാധിക്യത്തിൽ കഴിയുന്ന അപ്പനമ്മമാരെ മാത്രമല്ല, കർത്താവിൻ്റെ വേലയിലായിരുന്ന കഴിഞ്ഞ കാലത്തെ ആളുകളെയും അവരുടെ തലമുറകളെയൊക്കെ ബഹുമാനിക്കാനും ആദരിക്കാനുമുള്ള കാര്യം കൂടെ അതിനകത്തുണ്ട്. ഞാൻ പറഞ്ഞു, ആവർത്തനം 4:8, 9, 10 വാക്യങ്ങൾ ഇത് എഴുതുന്നതിന് മുമ്പേ അബ്രഹാം നിവർത്തിച്ച ഒരാളാണെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം. ഈ തലമുറ വാസ്തവത്തിൽ അങ്ങനെയുള്ള ഒരു സ്ഥിതിയിൽ നിന്ന് വ്യത്യസ്തമായി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. കുടുംബ ബന്ധങ്ങൾ എന്താണെന്ന് അറിഞ്ഞുകൂടാ. പ്രാദേശിക സഭകളിലെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം അത് ഊഷ്മളമായിരിക്കണം. അവിടെ നമ്മൾ ലേഖനങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട്, ഈർഷ്യ, പക, പണക്കം, ഒരാളോട് അവിധമായി എന്തെങ്കിലും സംസാരിച്ച് പോയാൽ സൂര്യൻ അസ്തമിക്കുന്നവരെ ആ കോപം വെച്ചിരിക്കരുത് എന്നൊക്കെ പറയുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യം വളരെ ഗൗരവമായിട്ട് കുടുംബങ്ങളിൽ പാലിക്കേണ്ടതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ വാസ്തവത്തിൽ അവർ വളർന്നു വരുമ്പോൾ അവർക്കുള്ള തഴക്കം എന്ന് പറയുന്നത് പ്രായമുള്ളവരോട് കൂടെയാണെങ്കിൽ അവർ വളരുന്തോറും പക്വത പ്രാപിക്കാനിട വരും. ഇത് വലിയ ആവശ്യമാണ്. ഒട്ടുമുക്കാലും സഭകളിൽ കണ്ടുവരുന്നൊരു കാര്യമാണ്, സഭായോഗത്തിന് വരുമ്പോൾ യൗവനക്കാരെയും പിള്ളേരെയും ഏറ്റവും പുറകിലിരുത്തും. ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. ഞാനൊരു വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഭയിൽ ചെന്നപ്പോൾ അവിടെ പാട്ടൊക്കെ ആരംഭിച്ചതൊക്കെ പ്രായമുള്ളവരാണ്. ഒരു പാട്ട് എന്നോടുള്ള നിൻ സർവ്വ നന്മകൾക്ക് എന്ന പാട്ട് 5-6 മിനിറ്റ് 6-7 മിനിറ്റ് പാടി നീട്ടി. അന്ന് ഞാൻ അവിടെ പറഞ്ഞു, ഇതിനൊക്കെ ഒരു വ്യത്യാസം വരുത്തണം. അവിടെ ആ പാട്ട് യൗവനക്കാരായിരുന്നു. ഇപ്പോൾ അവർ പാടിയപ്പോൾ ഉണ്ടായിരുന്ന ചാതുര്യം, അവർ പ്രായമായപ്പോൾ അവരുടെ പ്രായത്തോടൊപ്പം പാട്ടും പ്രായമായി. അങ്ങനെ ഉണ്ടായി. ഞാൻ പറഞ്ഞു, ഈ യൗവനക്കാരൊക്കെ പിന്നീട് ചില വർഷങ്ങൾക്ക് ശേഷം അവിടെ ചെന്നപ്പോൾ അതിനൊക്കെ മാറ്റം കണ്ടു. വലിയ സന്തോഷം. ഞാനിത് പറഞ്ഞത്, വിവാഹം കഴിഞ്ഞ് മറ്റ് സ്ഥലങ്ങളിൽ സഭകളിലേക്ക് വരുന്ന പെൺകുഞ്ഞുങ്ങളെ സഭയുടെ അംഗങ്ങളായി ചേർക്കുമ്പോൾ അവരോട് സഭയുടെ അതാത് പ്രാദേശിക സഭയുടെ ക്രമീകരണങ്ങൾ പറയേണ്ടതാണ്. അവരെ വിവാഹ നിശ്ചയത്തിന് തന്നെ ഞാൻ പറയാറുണ്ട്. അവരെ കാണാൻ ചെല്ലുമ്പോൾ തന്നെ പറയും, ഞങ്ങളുടെ സഭയുടെ ക്രമീകരണങ്ങൾ ഇതൊക്കെയാണ്. ഇത് പാലിക്കണം. കേവലം വീട്ടിലേക്ക് മാത്രം കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നവരല്ല, ദൈവസഭയിലേക്കാണ് കൊണ്ടുവരുന്നത്. സഭയിലുള്ള വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്, സഭയിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് സഭയുടെ പ്രമാണങ്ങൾ അനുസരിക്കാൻ വേണമെന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ ഈ അവിടുത്തെ പെൺവീട്ടുകാർക്കൊക്കെ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. ഈ മൂപ്പനെന്താ കാര്യം, ചെറുക്കൻ്റെ വീട്ടുകാരും അപ്പനും അമ്മയും അവർക്കെല്ലാം വന്നു കണ്ട് തൃപ്തിയായി. ഈ സഭാമൂപ്പന് ഇപ്പോൾ ഇത്ര കാര്യം എന്താണെന്ന് ചിന്തിക്കുന്നവരുണ്ട്, പറഞ്ഞില്ലെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അത് കാരണം ഇവരെ നടത്തിക്കൊണ്ടു പോകേണ്ട ചുമതല മൂപ്പനാണ്, അല്ലെങ്കിൽ മൂപ്പന്മാർക്കാണ്. അപ്പോൾ അതുകൊണ്ട് അവരോട് അഡ്വാൻസായിട്ട് ഈ കാര്യമൊക്കെ പറയാറുണ്ട്. ഇത് ഞാനിങ്ങനെ ഓർപ്പിച്ചത്, സഭാഭരണത്തിന് സഭയിലെ എല്ലാ അംഗങ്ങളും അനുസരണമുള്ളവരും ഭക്തരുമാണെങ്കിൽ മാത്രമേ സുതാര്യമായ സഭ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അത് ഞാൻ എക്ലീസിയൻ തത്വത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു. എക്ലീസിയൻ തത്വം എന്ന് പറയുന്നത്, എക്ലീസിയ നിയമങ്ങൾ എല്ലാ സഭാംഗങ്ങളും നിർബന്ധം കൂടാതെ അനുസരിക്കുവാൻ ബാധ്യസ്ഥരാണ്. എക്ലീസിയൻ തത്വപ്രകാരം എല്ലാവരും തുല്യമായി എല്ലാ നീതിയും ലഭിപ്പാൻ യോഗ്യരാണ്. അതാണ് സഭയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. എന്നാൽ ഒരു കാര്യം, ഈ സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല. തങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തും പറയാനല്ല, സഭയുടെ പ്രമാണങ്ങൾ അനുസരിക്കുകയും സഭയെ സ്നേഹിക്കുവാനുമാണ് ആ പ്രമാണങ്ങൾ. നമ്മുടെ കർത്താവിൻ്റെ സഭയിൽ അത് ഏറ്റവും പരിപൂർണമാണ്. ലോകപ്രകാരമുള്ള എക്ലീഷ്യയിൽ അങ്ങനത്തെ പ്രമാണമൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ത്യൻ പീഠങ്ങളുടെ നിയമങ്ങൾ പാലിക്കുന്നത്
ഒരു വിശ്വാസിക്കും അടിയന്തര ആവശ്യമാണ്. കാരണം ഒരുപാട് നീതി അതിനകത്തുണ്ട്. അതിനേക്കാൾ ഉപരിയാണല്ലോ നമ്മുടെ കർത്താവിൻ്റെ തിരുവെഴുത്തുകൾ. അപ്പോൾ അതുകൊണ്ട് ദൈവസഭയിൽ ആയിരിക്കേണ്ടത്. ഇനി ഞാൻ പറഞ്ഞ ഒരു കാര്യം കൂടെ എടുത്തു പറഞ്ഞ് ഈ പാഠം ഇവിടെ അവസാനിപ്പിക്കണം. ഈ നമ്മുടെ ശുശ്രൂഷകളെ ചെയ്ത് വിശ്രമിക്കുന്ന ദൈവദാസന്മാർ വാർദ്ധക്യത്തിലായാലേ അവരെ ഒന്നും ഗവനിക്കുന്ന ഒരു പതിവ് നമുക്കില്ല. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞ പോലെ കത്തോലിക്കർക്കാണെങ്കിൽ അവരുടെ അച്ഛന്മാരെ പ്രായാധിക്യത്തിൽ അവർ ഒരു സങ്കേതം അവിടെയുണ്ട്. ഇനി തൃശ്ശൂർ മിഷൻ ആസ്പത്രിയുടെ ഒരു കോമ്പൗണ്ട് അതിനു വേണ്ടിയുള്ളതാണ്. ഞാൻ അവിടെ കയറിയിട്ടുണ്ട് പല സമയത്തും, അതിനുള്ളിൽ പോയിട്ടുണ്ട്. അവർക്ക് തുല്യമായ ബഹുമാനം കൊടുക്കുകയും അവർ അവരുടെ പള്ളിയിൽ ചെന്നാൽ അവരുടെ ശുശ്രൂഷകൾക്ക് അവർ പങ്കുചേർക്കുകയൊക്കെ ചെയ്യും. പ്രായത്തിൽ ചിലർ വന്ന് അവരുടെ അച്ഛന്മാരെ അവിടെ വന്ന് അവിടെ തന്നെ കൊച്ചുപള്ളിയുണ്ട്, അതിനകത്ത് അവരെ ചേർത്ത് ശുശ്രൂഷ നടത്തും. ഇത് ഞാൻ പറഞ്ഞത് നമുക്ക് ആരോഗ്യവും നീരും ചോരയുള്ളപ്പോഴുള്ള പ്രസംഗം കഴിഞ്ഞാൽ പിന്നെ അവരെ ഗവനിക്കുന്ന പതിവില്ലെന്നാണ് ആ പറഞ്ഞതിൻ്റെ സാരം. അത് ഞാനിന്ന് ഓർമ്മക്കുറിപ്പായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ സഭയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ സഭ കെട്ടിപ്പണതിട്ടുള്ള ആളുകളെയും അവരുടെ തലമുറകളെയും കുടുംബങ്ങളെയൊക്കെ മാനിക്കേണ്ടത് ഒരാവശ്യമാണ്. കുടുംബങ്ങളുടെ ബന്ധത്തിലേക്ക് വരാൻ എനിക്ക് പാഠത്തിൽ കഴിഞ്ഞില്ല. ഞാനത് അടുത്ത പാഠത്തിൽ പറയുന്നതാണ്. ഈ കാര്യം അടിയന്തരമായി പറയണമെന്ന് ആത്മാവിൻ നിർബന്ധം കൊണ്ട് പറഞ്ഞതാണ്. ഈ പാഠം ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഇത് കേൾക്കുന്നവർ ക്രമീകരിക്കുവാനും കുടുംബങ്ങളും വ്യക്തികളും നമ്മുടെ അന്യോന്യമുള്ള ബന്ധം വർദ്ധിക്കുന്നതിനും കാരണമാകട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.